മിനിമം ബാലൻസ് വേണ്ട, അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ ഒപ്പം ലൈഫ് ഇൻഷുറൻസും. പ്രധാനമന്ത്രി ജൻധൻ യോജന എന്ന വാക്ക് കേൾക്കാത്തവർ വിരളമായിരിക്കും. എന്നാൽ എന്താണ് ഈ പദ്ധതി എന്ന് ഇന്നും പലർക്കും കൃത്യമായി അറിയില്ല എന്നതാണ് വാസ്തവം. എന്താണ് പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതി എന്ന് നോക്കാം. നമസ്കാരം, ഞാൻ അഭിലാഷ് ജി നായർ. ഫിനാൻഷ്യൽ ഗൈഡിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാജ്യത്തെ സാധാരണ ജനങ്ങൾക്ക് അടിസ്ഥാന ബാങ്കിംഗ് സേവനങ്ങൾക്കൊപ്പം സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ കൂടി നൽകുന്ന സുപ്രധാന പദ്ധതിയാണ് പ്രധാനമന്ത്രി ജൻധൻ യോജന. ഇന്ത്യയിലെ പൗരന്മാരെ സാമ്പത്തിക ശാക്തീകരണത്തിലൂടെ പുരോഗതിയിലേക്ക് നയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതി ആരംഭിക്കുന്നത്. 2014 സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതി പ്രഖ്യാപിച്ചത്. भाइयों बहनों, इस आजादी के पर्व पर मैं योजना को बहुत तेज आगे बढ़ाने का संकल्प करने के लिए आपके पास आया हूं. एक प्रधानमंत्री जन धन योजना, इस प्रधानमंत्री जन धन योजना के माध्यम से हम देश के गरीब से गरीब लोगों को बैंक अकाउंट की सुविधा से जोड़ना चाहते हैं. ബാങ്കിംഗ്, സേവിംഗ്, റെമിറ്റൻസ്, ഡെപ്പോസിറ്റ് അക്കൗണ്ടുകൾ, ഇൻഷുറൻസ്, ക്രെഡിറ്റ്, പെൻഷൻ, ലോണുകൾ തുടങ്ങിയ സാമ്പത്തിക സേവനങ്ങളിൽ ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾപ്പെടുത്തുന്നതിനാണ് പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതി ആരംഭിച്ചത്. ലോകത്തെ ഏറ്റവും വലിയ സമഗ്ര സാമ്പത്തിക ശാക്തീകരണ പദ്ധതികളിൽ ഒന്നായാണ് ലോകരാജ്യങ്ങൾ പോലും ഇതിനെ കണക്കാക്കുന്നത്. എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് എന്നതാണ് ഈ പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം. സർക്കാരിന്റെ സാമ്പത്തിക ആനുകൂല്യങ്ങൾ എല്ലാവരിലേക്കും നേരിട്ട് എത്തുന്നതിനായാണ് ജൻധൻ യോജന അക്കൗണ്ടുകൾ രൂപീകരിച്ചത്. 10 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഏത് ഇന്ത്യൻ പൗരനും പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതിയിൽ അംഗങ്ങളാകാം. ജൻധൻ യോജന അക്കൗണ്ടിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ജൻധൻ അക്കൗണ്ടിൽ മിനിമം ബാലൻസ് സൂക്ഷിക്കേണ്ടതില്ല എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. സീറോ ബാലൻസ് ഉള്ളപ്പോൾ പോലും ബാങ്ക് അക്കൗണ്ട് പ്രവർത്തനക്ഷമമായിരിക്കും. അക്കൗണ്ടിലുള്ള തുകയ്ക്ക് ബാങ്ക് വാഗ്ദാനം ചെയ്യുന്ന സേവിങ്സ് അക്കൗണ്ട് പലിശ നിരക്ക് ലഭിക്കും. അക്കൗണ്ട് ഉടമയുടെ പേരിലുള്ള അക്കൗണ്ടിനൊപ്പം ഒരു റൂപേ ഡെബിറ്റ് കാർഡ് ലഭിക്കും. പ്രധാനമന്ത്രി ജൻധൻ യോജന അക്കൗണ്ട് ഉടമകൾക്ക് ലൈഫ്, ആക്സിഡന്റ് ഇൻഷുറൻസ് പരിരക്ഷയ്ക്ക് അർഹതയുണ്ട്. 2018 ഓഗസ്റ്റ് 28 മുമ്പ് തുറന്ന അക്കൗണ്ടുകൾക്ക് 1 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷയും അതിനുശേഷം തുറന്ന അക്കൗണ്ടുകൾക്ക് 2 ലക്ഷം രൂപയുടെ പരിരക്ഷയുമാണുള്ളത്. ജൻധൻ യോജന അക്കൗണ്ട് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റം, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന, പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന, അടൽ പെൻഷൻ യോജന തുടങ്ങിയ പദ്ധതികൾക്ക് അർഹതയുണ്ട്. സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷയ്ക്ക് അർഹതയുണ്ടായിരിക്കും. ഗവൺമെന്റ് സബ്സിഡിയും ഗ്രാന്റുകളും ജൻധൻ യോജന അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് ക്രെഡിറ്റ് ചെയ്യും. അർഹതയുള്ള അക്കൗണ്ട് ഉടമകൾക്ക് 10,000 രൂപ ഓവർ ഡ്രാഫ്റ്റ് ലഭിക്കും. ബാങ്ക് ശാഖകളിലൂടെയോ ATMകളിലോ CDMകളിലോ പണം നിക്ഷേപിക്കുന്നതിന് പ്രത്യേക ചാർജുകൾ ഈടാക്കില്ല. 1 മാസത്തിനുള്ളിൽ നടത്താവുന്ന നിക്ഷേപങ്ങളുടെ എണ്ണത്തിനും മൂല്യത്തിനും പരിധിയില്ല. പ്രധാനമന്ത്രി ജൻധൻ അക്കൗണ്ട് ആരംഭിക്കുന്നത് എങ്ങനെ എന്നറിയാം. ഇന്ത്യയിലെ ദേശസാൽകൃത ബാങ്കുകളിലെ ഏതൊരു ശാഖയിലും പ്രധാനമന്ത്രി ജൻധൻ യോജന അക്കൗണ്ട് സീറോ ബാലൻസോടെ തുടങ്ങാവുന്നതാണ്. അക്കൗണ്ട് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളിന്റെ വിലാസം, പ്രായം എന്നിവ തെളിയിക്കുന്നതിനായി രേഖകൾ ഹാജരാക്കണം. പ്രധാനമന്ത്രി ജൻധൻ യോജനയുടെ ഫോം നിങ്ങൾക്ക് PMJDYയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നോ മറ്റേതെങ്കിലും ബാങ്ക് വെബ്സൈറ്റിൽ നിന്നോ ലഭിക്കും. നിങ്ങളുടെ KYC വിശദാംശങ്ങൾ നൽകി PMJDY പൂരിപ്പിച്ച് തിരിച്ചറിയൽ രേഖകൾ സഹിതം ബാങ്കിൽ നൽകുക. നിങ്ങൾ നൽകിയിരിക്കുന്ന രേഖകൾ പരിശോധിച്ച ശേഷം ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. ഒരു സീറോ ബാലൻസ് ബാങ്ക് അക്കൗണ്ടിനൊപ്പം ഒരു സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ കൂടി ലഭിക്കുന്ന പ്രധാനമന്ത്രി ജൻധൻ അക്കൗണ്ട് നിങ്ങൾ ഇനിയും ഓപ്പൺ ചെയ്തില്ലെങ്കിൽ ഇനി ഒട്ടും വൈകേണ്ട. നിങ്ങളുടെ ആധാർ കാർഡും പാൻ കാർഡ് ഉണ്ടെങ്കിൽ അതും എടുത്ത് നേരെ അടുത്തുള്ള ഏതെങ്കിലും ബാങ്കിലേക്ക് പോയിക്കോളൂ. ഇന്ന് തന്നെ നിങ്ങളുടെ പേരിൽ ഒരു ജൻധൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യൂ. പുതുവത്സരത്തിൽ ജീവിത സുരക്ഷയെക്കുറിച്ച് ആലോചിച്ചു തുടങ്ങൂ. മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.